അപ്പം കുറേ നേരം കൊണ്ട് ആലോചിക്കുകയാണ് എന്തിനെ പറ്റിയിട്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള കാര്യം. എന്താ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെന്തിനെ പറ്റി സംസാരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആവലാതി, അല്ലേ ടെൻഷൻ, സിംപ്ലി ടെൻഷൻ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നൊരു സാധനമായിരുന്നു. ഏകദേശം ഞാൻ അതിൻ്റെ കുറച്ച് പാർട്ട് എടുത്തിരുന്നു വേറൊരു ദിവസം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കങ്ങോട്ട് ദഹിച്ചില്ല. അപ്പം ഇന്ന് പിന്നെ ഞാൻ പുറം ലോകം കാണാതെ എൻ്റെ ഗാലറിയിൽ ഒതുങ്ങിയിരിക്കുന്ന ആ കണ്ടന്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമായിട്ടില്ലെങ്കിൽ പോലും ഒന്നും വേണ്ട, ഈ യൂട്യൂബ് തുറന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഫ്രണ്ട് ആപ്പ്. നിങ്ങളും കേട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങളും കണ്ടു കാണും അതിൻ്റെ പരസ്യങ്ങളൊക്കെ. ഇനി സോഷ്യൽ മീഡിയ തന്നെ വേണം എന്നില്ല, വേറെ ഏതെങ്കിലും വഴി കൂടെ ഒക്കെ നിങ്ങൾക്കത് അറിയാൻ പറ്റുമായിരിക്കും. ഒരു വണ്ടി ഓക്കെ, ആ വണ്ടി പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫ്രണ്ട് ആപ്പാണ്. ഫ്രണ്ട് ആപ്പ്, അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണോ അല്ലേ, ഫ്രണ്ട് മേക്കിംഗ് ആപ്പ്. എന്നാൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി ആരും ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേസ്റ്റാണ്, അട്ടർ വേസ്റ്റ്. ബിക്കോസ് ആ ഒരു ആപ്ലിക്കേഷനിലെ ഭൂരിഭാഗമുള്ള ആൺ സുഹൃത്തുക്കളും അതിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിരിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പച്ച മലയാളത്തിൽ വളരെ സ്പഷ്ടമായി പറയുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശ രീതി ഒരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ തുറന്ന് അതിലേക്ക് ചെല്ലുന്നവരുടെ ഉദ്ദേശ രീതിയും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. അതായത് രണ്ട് ദിശയിലേക്കാണ് അവർ രണ്ടുപേരുടെയും ചിന്താഗതികൾ എന്ന് വേണേൽ പറയാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കൂടുതൽ സാഹിത്യപരമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പറയേണ്ട പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരവിടെ വരുന്നത് മറ്റ് പല കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഈവൻ ദോ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഒറ്റത്തവണയെങ്കിലും യൂസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാം. പിന്നെ അവർ പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ പരസ്യം പറയുന്ന പല സെലിബ്രിറ്റീസും പല ഇൻഫ്ലുവൻസും പറയുന്നൊരു കാര്യമുണ്ട്, അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും, വൈ നോട്ട്, നമുക്കതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിയുമ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത് അതിനകത്ത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഇൻഡിവിജ്വൽ കോണ്ടാക്ട്, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ആൾക്കാരുമായിട്ട് ഇൻഡിവിജ്വലി നമുക്ക് സംസാരിക്കാം. രണ്ടെന്ന് പറയുന്നത് പല റൂമും ഗ്രൂപ്പ് അങ്ങനെ എന്തോ സംഭവമാണ്. ഞാൻ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഇൻകം, എല്ലാവരും കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ട്, അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും പേര് പറയുന്നില്ല കേട്ടോ. കുറച്ച് പേര് അത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കൊക്കെ അറിയായിരിക്കാം. ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഓക്കെ, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു, അവരതിൽ ആഡ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ആ രണ്ട് ഓപ്ഷനാണെങ്കിൽ ഞാൻ അത് ഇതേ രീതിയിൽ പരസ്യമൊക്കെ കണ്ടു തന്നെയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഈ പരസ്യം കണ്ടാണല്ലോ വാങ്ങുന്നത്. ഈവൻ തോ നമ്മൾ രാവിലെ തേക്കുന്നത് ബ്രഷ്, പേസ്റ്റ് ഉൾപ്പെടെ രാത്രി കിടന്നുറങ്ങുന്ന കട്ടിലെ മെത്ത വരെ നമ്മളെന്താ പരസ്യം കണ്ടായിരിക്കും പലതും പർച്ചേസ് ചെയ്യുന്നത്. ഇടുന്ന ഡ്രസ്സ് പോലും എവിടെയെങ്കിലുമൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അത്തരത്തിൽ ആ പരസ്യത്തിൻ്റെ എന്താണ് സംഭവം, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് ദിവസം നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ 3000, 4000, 5000 വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നു. അത്രയ്ക്കൊന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും 100-100 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഫോൺ റീചാർജ് ചെയ്യാനുള്ള വകുപ്പാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഇൻഡിവിജ്വൽ ബേസിലാണ് സംസാരിക്കാൻ തുടങ്ങിയത്. കുറേ പേര് വരെ നമ്മളുടെ പേരെന്താ, നാടേതാ, അങ്ങനെയൊക്കെ സംസാരിക്കും. ജസ്റ്റ് ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റാപ്പ്, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ പറ്റിയിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്ക് ശേഷം അതിനകത്ത് എനിക്ക് വന്നിട്ടുള്ള, ഞാൻ ആ കൂടെ 2 ദിവസം കൊണ്ട് അത് യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കയറി കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ചുമ്മാ ഒന്ന് കയറുന്നു ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അപ്പുറത്തോട്ട് പിന്നൊന്നുമില്ല. ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം പോലും അതിന് എത്രയോ നാൾക്ക് മുമ്പ് ഞാനൊരു ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്തു. ബിക്കോസ് വെറുതെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ ആയിട്ട് ഫോണിൻ്റെ മെമ്മറി എന്തിനാണ് ഫില്ലാക്കുന്നത് എന്ന് എഴുതിയിട്ട്
അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേന് ഇത്ര മിനിറ്റ്, ഇപ്പം മെയിൽസാണ്, ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ അവർ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ ഇതിനകത്തേക്ക് ഒരു ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്ര മിനിറ്റ് കഴിയുമ്പോഴത്തേനും അവർക്ക് റിവാർഡ് എന്ന രീതിയിൽ റോസസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ റോസസ് 3 രൂപയോ അങ്ങനെ എന്തോ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയോ പേടിഎമ്മോ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും. അതെല്ലാം ശരിയാണ്, മണി ഏൺ ചെയ്യാൻ പറ്റുന്നില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിനകത്ത് വരുന്ന പല വ്യക്തികളും ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് എപ്പോഴും സംസാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു ആപ്ലിക്കേഷനാണ്. കൂടെ സൈഡായിട്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാനൊരു ആപ്ലിക്കേഷൻ എടുത്തത്. പക്ഷേ 1-2 പേർ ഞാൻ യൂസ് ചെയ്ത സമയത്ത് 1-2 പേര് വന്ന് വളരെ മോശമായിട്ടുള്ള സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എൻ്റെ ഉദ്ദേശശുദ്ധി വേറെയാണ്, പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധി വേറെയായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ പ്രിൻസിപ്പൽസ് തമ്മിൽ യോജിക്കാത്തത് കൊണ്ട് അവരുടെ IDസും പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ആ ഒരു അക്കൗണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട് കേട്ടോ. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നീടെന്ന് പറയാനുള്ള കാര്യം എന്താ, ഇതേപോലെ ആ ആപ്ലിക്കേഷൻ തന്നെ നമ്മളോട് ഒരുമാതിരി വൃത്തികെട്ട തരത്തിലുള്ള ചോദ്യങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് ചോദിക്കാൻ തരത്തിൽ എനിക്കത് വൃത്തികേടായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾക്കിപ്പോൾ മൈൻഡിലൂടെ എന്താണ് ഓടിക്കൊണ്ട് പോകുന്നത്, ഏതാണ് അതാണ് ഇതാണ് എന്നൊന്നും നമുക്ക് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആവശ്യമുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. സോ എനിക്കത് വൃത്തികേടായിട്ട് തോന്നി. അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ ആപ്ലിക്കേഷൻ റെഫർ ചെയ്യും. കാര്യം ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ബാക്കി അവരുടെ ഉദ്ദേശങ്ങൾ നടത്താനായിട്ടുള്ള വഴി നമ്മളായിട്ട് തുറന്നു കൊടുക്കുന്ന പോലെ ആയിപ്പോൾ. വീഡിയോ കോളോ ഓഡിയോ കോളോ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഓഡിയോ കോളാണ് ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉദ്ദേശശുദ്ധി ഏതായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി അതിനകത്ത് പുറത്ത് കാണിക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ലെന്ന്. സോ ഞാൻ ഓഡിയോ കോളാണ് റെഫർ ചെയ്ത് എടുത്തത്. അങ്ങനെയാണ് സംസാരിച്ചത്. എന്നാൽ അതിനകത്ത് ചില വ്യക്തികൾ വളരെ മാന്യമായിട്ട് തന്നെ സംസാരിക്കുകയും എനിക്ക് കുറേ അഡ്വാൻറ്റേജ് ആയിട്ട് കുറച്ച് പേര് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അതായത് എനിക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റി. ഇപ്പം ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിയാറൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറ്റിയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് ആ ആപ്പ് യൂസ് ചെയ്തതിലൂടെ കിട്ടി. പിന്നെ എനിക്കറിയാത്ത പല അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാൻ പറ്റി. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഫ്രണ്ട് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ആരും ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ വേറെ പല ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഫ്രണ്ട് ആപ്പ് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് അത് പല വ്യക്തികളും ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു ആപ്ലിക്കേഷനും അതിൻ്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അതിലൂടെ നടന്നത്. അപ്പം ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാര്യം എന്നെപ്പോലെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പരസ്യം കണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് എന്തേലും ഒരു കുരുക്കി പോയി ആരും പെടണ്ടാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തു പറയുന്നത് ആ കൂടി 2 ദിവസം എന്ന് പറയുന്നില്ല, 1.5 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. കാര്യം അതിലൂടെ അങ്ങനെ സംസാരിച്ച് കാശുണ്ടാക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഇപ്പോൾ എനിക്കില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം. അപ്പം അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല. എനിക്കിതൊന്ന് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇനി കൂടുതലായിട്ട് വലിച്ചു നീട്ടാനൊന്നുമല്ല. എനിക്ക് ഇതാണ് ഫ്രണ്ട് ആപ്പിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇതേ രീതിയിൽ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അനുഭവങ്ങളുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആ കമൻറ്റിലുള്ള വേറെ ആരെങ്കിലും രക്ഷപ്പെടുന്നത് നോക്കട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളാണെങ്കിൽ വീഡിയോസ് കുറച്ച് നേരം കണ്ടു കഴിയുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ അത് ഫുള്ളായിട്ടിരുന്ന് കാണത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അടിച്ചു കളയും. എല്ലാവരും ആദ്യം പോയി നോക്കുന്ന വീഡിയോയുടെ എന്താ ക്വാളിറ്റി എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിലാണ്.
കമൻറ്റ് ബോക്സിൽ അവർ എന്താണോ ഓരോരുത്തർ വന്ന് കമൻറ്റ് ഇടുന്നത് അതിനനുസരിച്ചായിരിക്കും വീഡിയോ ഫുള്ളായിട്ട് കാണണോ വേണ്ടയോ എന്നുള്ള പല വ്യൂവേഴ്സും ചിന്തിക്കാറുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഈ ഒരു ആപ്പിനെ പറ്റിയിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.